മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് നടന്നാൽ മതി. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് എഗ് റൈസ്, അതുപോലെ തന്നെ കബാബ്, ഗുഷ്ക സംഭവങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ വെജ് വേണ്ടവർക്ക് ഇവിടെ വെജ്, ഇഡ്ഡലി, വട അങ്ങനെയുള്ള ഐറ്റംസും കിട്ടും. വില കുറവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം വിലകളൊക്കെ ഉണ്ട്. എഗ് റൈസിനും പിന്നെ കബാബിനും കൂടിയിട്ട് ഒരു 110-120 രൂപയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ ബിരിയാണി 150 രൂപയ്ക്ക് മേടിച്ച് കഴിച്ചാൽ പോരെ. വില കുറവൊന്നും അങ്ങനെയില്ല, പക്ഷെ എന്നാലും സ്ട്രീറ്റ് ഫുഡ് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാം. നല്ല രസമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ലോഡ്ജുകളൊക്കെ ഉള്ള ഏരിയയാണ്. രാത്രി ആണെങ്കിൽ ചില പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും, കുറേ ആൾക്കാർ ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണ് മൈസൂർ. ഇവിടെ നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണി തന്നെ കഴിച്ച്. പക്ഷേ ഇവിടുന്ന് മഹാരാജ ഹോട്ടലുണ്ട്, അവിടുന്ന് നല്ല അടിപൊളി ചോറും മീൻകറിയും കൂട്ടാനും ഒക്കെ കിട്ടും. ഇവിടെ നടു റോഡിലായിട്ട് തന്നെ വേറൊരു മതിലല്ല, ഒരു കവാടം പോലെ സംഭവം ഉണ്ടോ. ആ കവാടം മാത്രമുള്ള ബാക്കിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. മൈസൂർ കൊട്ടാരം ആ ചെറിയൊരു പോർഷൻ കാണുന്നത് മാത്രമല്ല, ഇവിടെ മൊത്തത്തിൽ ഈ നഗരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു തന്നെയായിരുന്നു തോന്നുന്നുണ്ട്. അതിൻ്റെ പല അവശിഷ്ടങ്ങളും ഇതേപോലെ തന്നെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നത് രാജകൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു മതിലും അതിൻ്റെ ഒരു കവാടമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ ഈ കവാടത്തിലൂടെ ആയിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ആ കവാടം മാത്രമല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തെ മതിലൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ കവാടം മാത്രം അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നീല ബസ് പോകുന്നുണ്ടോ, അത് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വരെ വരുന്നതിന് 410 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. സുഖമായിട്ട് വരാം, വണ്ടി പോകുന്നതേ അറിയില്ല, അത്രയും നല്ല അടിപൊളി വണ്ടിയാണത്. ഇതാണ് മൈസൂരിലെ സബർബൻ ബസ് സ്റ്റാൻഡാണ്, അങ്ങനെ എന്തോ ഒരു ബസ് സ്റ്റാൻഡാണിത്. കുറേ സ്ഥലത്തുള്ള വണ്ടികളൊക്കെ ഇവിടുന്ന് കിട്ടും. നഞ്ചങ്കോടിക്കൊക്കെ ഇവിടുന്നാണ് ഞാൻ പോയത്. നഞ്ചങ്കോട്, കൊല്ലങ്കൽ, പിന്നെ ടി നരസിപ്പുര അവിടേക്കൊക്കെ. നാളെ ഇനി കൊല്ലങ്ങൾക്കാണ് എനിക്ക് പോകേണ്ടത്, അല്ല നഞ്ചങ്കോടാണ് എനിക്ക് പോകേണ്ടത്. പിന്നെ ഇവിടെ പറയേണ്ട വേറൊരു കാര്യമുണ്ട്, ഇവിടെ മദ്യത്തിൻ്റെ കുറച്ച് വില കുറവാണ്. അതുകൊണ്ട് തന്നെ മദ്യം ചെറിയ ജ്യൂസ് കുപ്പി പോലുള്ള ഒരു പെട്ടിയിലൊക്കെ ഇങ്ങനെ കിട്ടും. നമ്മൾ ഫ്രൂട്ടിയുടെ ജ്യൂസൊക്കെ നമ്മൾ മേടിക്കില്ലേ ചെറിയ പെട്ടിയായിട്ട്, അതേപോലത്തെ പെട്ടിയിൽ നമുക്ക് ഇവിടുന്ന് മദ്യം കിട്ടും. ഒരു പെഗ്ഗിൻ്റെ 2 പെഗ്ഗിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട്. ചെറിയ വിലയൊക്കെ ഉണ്ടാവുള്ള അതിന് മിക്കവാറും, കാരണം ഈ ഭാഗത്തൊക്കെ വില കുറവാന്ന് പറഞ്ഞു. എന്നാ സ്പീഡിലാണ് അവർ വരണേ. ഇതൊരു ജംഗ്ഷനാണെന്നുള്ള ബോധം പോലും ആ വണ്ടിക്കാരനില്ല. പിന്നെ ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ നമ്മളതിനെ വന്നിട്ട് ചോദിക്കും, ഇത് എവിടേക്കാണ് പോകേണ്ടത് സാറേ, എവിടേക്കാണ് പോകണത്, വണ്ടി വേണമെന്നൊക്കെ ചോദിക്കും. പിന്നെ അത് കഴിഞ്ഞ് പറയും എൻജോയ്മെൻറ്റ് വേണമെന്ന് ചോദിക്കും. ഇവിടെ അങ്ങനെയാണ്, മൊത്തത്തിൽ വേറൊരു രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ, ഒന്നും പറയണ്ട. ഇവിടുത്തെ നല്ല അടിപൊളിയുള്ള ഒരു ബാറിലേക്കാണ് പോകുന്നത്. ഇവിടെ 1-2 ബാറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബാറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇനി